ഒരൊറ്റ വിരഞ്ഞൊടിയിലൂടെ ഒരുപക്ഷെ സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്രയധികം പേടിപ്പിച്ച, എന്നാൽ ഇത്രയധികം ആൾക്കാർ ആഘോഷിച്ച മറ്റൊരു വില്ലൻ ഉണ്ടാവില്ല. സ്ക്രീനിൽ അയാൾ വന്നപ്പോൾ തിയേറ്ററുകൾ കുലുങ്ങി. അയാളൊന്ന് കൈ ഉയർത്തിയപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ശ്വാസം നിലച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയെ പിടിച്ചുകുലുക്കിയ, ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ പണം വാരിയ സിനിമയുടെ നട്ടെല്ലായ ആ പർപ്പിൾ രാക്ഷസൻ. അയാൾ വെറുമൊരു വില്ലനല്ല, നടന്നു നീങ്ങുന്ന ഒരു വിപത്താണ്. തടുക്കാൻ കഴിയാത്ത ഒരു ഇന്നെവിറ്റബിലിറ്റിയാണ് അയാൾ. സാങ്കേതിക വിദ്യയുടെയും ഗ്രാഫിക്സിൻ്റെയും ഒരു അത്ഭുത സൃഷ്ടി. ഒപ്പം കൺമുന്നിൽ കാണുന്നതിനെയെല്ലാം ഇല്ലാതാക്കുമ്പോഴും സ്വന്തം ഇരകളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നൊരു വിരോധാഭാസം. ക്രൂരനായ കൊലയാളിയാണോ അതോ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വന്ന രാക്ഷസനാണോ അയാൾ? താൻ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് വിശ്വസിച്ച് ഒരു ദൈവത്തെ പോലെ ചിരിച്ചുകൊണ്ട് പകുതി ലോകത്തെ ചാരമാക്കിയ ആ ടൈറ്റൻ. മോഡേൺ മിത്തോളജിയിൽ ഇത്രയും വലിയൊരു നിഴൽ വീഴ്ത്തിയ മറ്റൊരു പേരുണ്ടാവില്ല. അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ പേരിനെ കുറിച്ചാണ്. In time, you will know what it's like to lose. To feel so desperately that you're right, yet to fail all the same. Dread it, run from it. Destiny still arrives. താനോസിനെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആ സിനിമ മാത്രം കണ്ടാൽ പോരാ. പുള്ളിയുടെ സൈക്കോളജി, അതിന് പിന്നിലെ ടെക്നോളജി, പിന്നെ ആ ഒരു ഫിലോസഫി, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് അറിയണം. അതിനായി നമുക്കൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ടൈറ്റൻ ഗ്രഹത്തിലേക്കല്ല, 1970-കളിലെ സൈക്കോളജി ക്ലാസ് റൂമിലേക്ക്. ജിം സ്റ്റാർലിൻ, ഇദ്ദേഹമാണ് താനോസിനെ സൃഷ്ടിക്കുന്നത്. മാർവലിൻ്റെ ഏതെങ്കിലും AC റൂമിലിരുന്ന് വരച്ചെടുത്ത കഥാപാത്രമല്ല. പുള്ളി അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം സൈക്കോളജി ക്ലാസ് ഇരിക്കുകയായിരുന്നു. അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആങ്കർ മാനേജ്മെൻറ്റിനെ കുറിച്ചും മനുഷ്യൻ്റെ ചോദനകളെക്കുറിച്ച്, ഹ്യൂമൻ ഡ്രൈവ്സിനെ കുറിച്ചുമാണ്. പ്രത്യേകിച്ച് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറികൾ. ഫ്രോയിഡിൻ്റെ തിയറി പ്രകാരം ജീവനുള്ള എല്ലാത്തിനും 2 ഡ്രൈവുകളുണ്ട്. ഒന്നാണ് ഇറോസ്, അതായത് ജീവിക്കാനും സൃഷ്ടിക്കാനും വംശം നിലനിർത്താനുമുള്ള ത്വര. ഇതിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാധനമാണ് താനറ്റോസ്, അതായത് മരണത്തോടുള്ള അഭിനിവേശം, സ്വയം നശിക്കാനും ഒന്നുമില്ലായ്മയിലേക്ക് തിരിച്ചു പോകാനുമുള്ളൊരു ഉൾവിളി. സ്റ്റാർലിന് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റായി. കുട്ടിക്കാലത്ത് ശക്തമായ മതപഠനമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുള്ളി പലപ്പോഴും ആലോചിക്കുമായിരുന്നു, നന്മയല്ല മറിച്ച് തിന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദൈവം എങ്ങനെയിരിക്കും? ലോകം ഭരിക്കാനല്ല, മറിച്ച് ലോകം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അങ്ങനെ താനറ്റോസ് എന്ന വാക്കിൽ നിന്നും താനോസ് ജനിച്ചു. സ്റ്റാർലിൻ വരച്ചുണ്ടാക്കിയ താനോസ് തുടക്കത്തിൽ ഒരു വിപ്ലവകാരിയൊന്നും ആയിരുന്നില്ല. ഒരു തികഞ്ഞ നിഹിലിസ്റ്റ് ആയിരുന്നു, മരണത്തെ ആരാധിക്കുന്ന ഒരാൾ. കോമിക്സിൽ മരണം അല്ലെങ്കിൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീ കഥാപാത്രമാണ്, മുഖം മൂടിയൊക്കെ ഇട്ട ഒരു രൂപം. താനോസിന് ഈ മരണത്തിനോട് കടുത്ത പ്രണയമായിരുന്നു. പ്രപഞ്ചത്തിലെ ജീവൻ നശിപ്പിക്കുന്നത് റിസോഴ്സ് സേവ് ചെയ്യാനൊന്നുമല്ല, മറിച്ച് തൻ്റെ കാമുകിയായ മരണത്തെ ഇംപ്രസ് ചെയ്യാനായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത പ്രണയകഥയാണ്. പക്ഷേ ലുക്കിൻ്റെ കാര്യത്തിൽ താനോസ് ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. DC കോമിക്സിലെ ന്യൂ ഗോഡ്സ് സീരീസിലെ മെട്രോൺ എന്ന കഥാപാത്രത്തെ പോലെ കുറച്ചുകൂടി ഒരു മെലിഞ്ഞ രൂപമായിരുന്നു സ്റ്റാർലിൻ ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ മാർവലിൻ്റെ എഡിറ്റർ റോയ് തോമസ് സ്കെച്ച് കണ്ടിട്ടൊരു ഉപദേശം കൊടുത്തു. ഹേയ്, കോപ്പി അടിക്കുകയാണെങ്കിൽ DC-യുടെ ഡാർക്ക് സീഡിനെ അങ്ങ് കോപ്പി അടിക്കും. അവനെപ്പോലെ നല്ല മസിലൊക്കെ വെച്ച് ബീഫപ്പ് ചെയ്യും. ഡാർക്ക് സീഡ് എന്ന് പറഞ്ഞാൽ DC-യിലെ ഏറ്റവും വലിയ വില്ലനാണ്, നല്ല കട്ട ബോഡിയൊക്കെയുള്ള രാക്ഷസൻ. അങ്ങനെയാണ് താനോസിന് നമ്മൾ ഈ കാണുന്ന പടുകൂറ്റൻ ശരീരവും ആ വലിയ താടിയെല്ലും ഒക്കെ കിട്ടുന്നത്. 1973 ഫെബ്രുവരിയിൽ ഇറങ്ങിയ അയൺമാൻ കോമിക്സിലാണ് താനോസ് ആദ്യമായിട്ട് വരുന്നത്. വർഷങ്ങളോളം കോമിക്സ് വായിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന ഒരു കഥാപാത്രമായിരുന്നു അത്. പക്ഷേ 2012 സാഹചര്യം മാറി. ദ അവഞ്ചേഴ്സ് സിനിമയുടെ അവസാനം ആ ക്രെഡിറ്റ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന സീനിൽ ജോസ് വീഡർ ഒരു വില്ലനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതാണ് താനോസ്. ഇവിടെ രസകരമായ ഒരു കാര്യമുണ്ട്. 2012 നമ്മൾ കണ്ട ആ ഒരു താനോസ് ജോഷ് ബ്രോലിൻ ആയിരുന്നില്ല. ഡാമിയൽ പോയിറ്റിനിയർ എന്ന് പറയുന്ന ഒരു സ്റ്റണ്ട് മാനായിരുന്നു അത്. VFX ഒന്നുമല്ല, നല്ല ഹെവി മേക്കപ്പും പ്രോസ്തെറ്റിക്സും ഒക്കെ വെച്ചിട്ടാണ് അന്ന് ആ ലുക്ക് ഉണ്ടാക്കിയത്. ഷൂട്ട് തുടങ്ങിയപ്പോൾ താൻ അഭിനയിക്കാൻ പോകുന്നത് താനോസ് ആയിട്ടാണെന്ന് പോലും പുള്ളിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആ സീനിലെ ചിരി, മരണം സമ്മാനിക്കാൻ പോകുന്നവൻ്റെ ആ ഒരു കൊലച്ചിരി, അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നീട് മാർവൽ യൂണിവേഴ്സ് വലുതായപ്പോൾ അവർക്ക് മനസ്സിലായി വെറും മേക്കപ്പ് മാത്രം പോരാ എന്ന്. അവർക്കൊരു പെർഫോമൻസ് വേണം. സ്പേസിൽ ഷേക്സ്പിയർ നാടകം പോലെ ഗൗരവമുള്ളവരെണ്ണം. അങ്ങനെയാണ് ജോഷ് ബ്രോലിൻ വരുന്നത്. അതോടെ സിനിമയിലെ സാങ്കേതിക വിദ്യയുടെ ചരിത്രം തന്നെ മാറിമറിഞ്ഞു. സാധാരണ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ച് അല്ലെങ്കിൽ CGI വെച്ച് കഥാപാത്രങ്ങളെ ഉണ്ടാക്കുമ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി കണ്ണുകളാണ്.
കണ്ണിലെ വികാരങ്ങൾ പൂർണ്ണമായി ഒപ്പിയെടുത്തില്ലെങ്കിൽ അതൊരു കാർട്ടൂൺ പോലെ ഇരിക്കും. ഇത് പരിഹരിക്കാൻ ഡിജിറ്റൽ ഡൊമൈൻ എന്ന് പറയുന്ന കമ്പനി മാസ്ക്വറേഡ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ആദ്യം അവർ ജോഷ് ബ്രോലിൻ്റെ മുഖത്തെ ഓരോ ചെറിയ ചലനങ്ങളും ചുളിവുകളും ചർമ്മത്തിലെ സുഷിരങ്ങൾ വരെ ഹൈ റെസൊല്യൂഷനിൽ സ്കാൻ ചെയ്തെടുത്തു. ഷൂട്ടിംഗ് സെറ്റിൽ ബ്രോലിനൊരു ഹെൽമറ്റ് വെച്ചിട്ടാണ് അഭിനയിച്ചത്. അതിൽ 2 ക്യാമറകൾ ഉണ്ടാവും. മുഖത്തെ ഏകദേശം 150ഓളം പോയിന്റുകളാണ് ഈ ക്യാമറകൾ നോക്കുന്നത്. പക്ഷേ ഇവിടെയാണ് മാജിക്. ഈ 150 പോയിന്റുകൾ വെച്ചിട്ട് നേരത്തെ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രോലിൻ്റെ മുഖത്തെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ വെച്ച് ഊഹിച്ചെടുക്കും. എന്നിട്ട് മുഖത്ത് വരുന്ന എക്സ്പ്രഷനുകൾ എങ്ങനെയാണ് താനോസിലേക്ക് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മാറ്റിയെടുക്കും, താനോസിൻ്റെ മുഖത്തേക്ക് മാറ്റിയെടുക്കും. പക്ഷേ ഇതത്ര എളുപ്പമല്ല, കാരണം ബ്രോലിൻ മനുഷ്യനാണ്, താനോസ് വലിയ താടിയിലുള്ള ഒരു ഏലിയനുമാണ്. സോ ബ്രോലിൻ ചിരിക്കുമ്പോൾ താനോസ് ചിരിക്കണം. പക്ഷേ ആ ചിരി വികൃതമാവാൻ പാടില്ല. ഇതിനായിട്ട് അനിമേറ്റർമാർ കുത്തിയിരുന്ന് ഓരോ ഫ്രെയിമും ശരിയാക്കി. എൻഡ് ഗെയിം ആയപ്പോഴേക്കും വെറ്റ ഡിജിറ്റൽ ഇതിലും വലിയൊരു ടെക്നോളജി കൊണ്ടുവന്നു. താനോസിൻ്റെ തൊലിക്കടിയിലുള്ള മസിലുകൾ, കൊഴുപ്പ്, ചർമ്മത്തിൻ്റെ വലിവ് എന്നിവയൊക്കെ കൃത്യമായി സിമുലേറ്റ് ചെയ്തു. ഹൾക്കിന് താനോസ് ഇരിക്കുന്ന സീനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആ മസിലുകൾ വിറയ്ക്കുന്നതൊക്കെ അത്ര റിയലിസ്റ്റിക് ആയിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇല്ലാത്ത ഒരു ജീവിയെ അവർ ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ടെക്നോളജി റെഡിയായപ്പോൾ കഥയിലും മാറ്റം വന്നു. കോമിക്സിലെ ആ പ്രണയ കഥയൊക്കെ അവർ മാറ്റിയിട്ട് പകരം പേടിപ്പിക്കുന്ന എന്നാൽ യുക്തിയുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു ഫിലോസഫി അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നു. താനോസിനെ അവർ ഒരു മാൽത്തൂസിയനാക്കി മാറ്റി. തോമസ് റോബർട്ട് മാൽത്തൂസ് എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? 1798 ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി. അതിൽ പറയുന്നത് ഇതാണ്: ജനസംഖ്യ കൂടുമ്പോൾ അത് ഗുണന രീതിയിൽ, അതായത് എക്സ്പോണൻഷ്യലിയാണ് കൂടുന്നത്. പക്ഷേ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് അത്ര വേഗത്തിലല്ല. അങ്ങനെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഭൂമിയിൽ റിസോഴ്സുകൾ തീർന്നു പോകും, പട്ടിണി വരും, യുദ്ധമുണ്ടാവും, രോഗങ്ങൾ വരും. ഇതിനെ തടയാൻ പ്രകൃതി തന്നെ ചില പണികൾ തരും. താനോസ് കരുതുന്നത് താനാണ് ആ പണി കൊടുക്കേണ്ട ആളെന്നാണ്. പ്രപഞ്ചം വലുതാണ്, പക്ഷേ അതിലെ റിസോഴ്സുകൾ പരിമിതമാണ്. അതുകൊണ്ട് ജീവൻ നിലനിൽക്കണമെങ്കിൽ പകുതി പേർ മരിക്കണം. ഇതിനെ താനോസ് വിളിക്കുന്നത് കരുണ എന്നാണ്, അല്ലെങ്കിൽ ബാലൻസ് എന്നാണ്. താനോസ് ഇതൊരു ക്രൂരതയായിട്ടൊന്നും അല്ല പറയുന്നത്, മറിച്ച് ആരും ചെയ്യാൻ മടിക്കുന്ന എന്നാൽ ചെയ്തേ തീരൂ എന്നൊരു കർമ്മമായിട്ടാണ് കാണുന്നത്. പകുതി പേരെ കൊന്നാൽ ബാക്കിയുള്ളവർക്ക് വയറു നിറയെ ഭക്ഷണം കിട്ടും, യുദ്ധങ്ങളില്ലാത്ത സ്വർഗം കിട്ടും. Fun isn't something one considers when balancing the universe, but this does put a smile on my face. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷേ താനോസ് പറയുന്നത് ശരിയാണ്. ഇവിടെയാണ് താനോസ് ഡിഡ് നത്തിങ് റോങ്, അതായത് താനോസ് ചെയ്തത് തെറ്റല്ല എന്ന ട്രെൻഡ് ഇൻ്റർനെറ്റിൽ വൈറലായത്. റെഡിറ്റിലൊക്കെ വലിയ ചർച്ചയുണ്ടായിരുന്നു ഇത്. കാലാവസ്ഥാ മാറ്റവും ജനസംഖ്യാ വർധനവും ഒക്കെ നമ്മളെ പേടിപ്പിക്കുന്നത് കൊണ്ട് പലർക്കും താനോസ് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് തോന്നി. പക്ഷേ സത്യം പറഞ്ഞാൽ താനോസിൻ്റെ ലോജിക്ക് പൊട്ട തെറ്റാണ്. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങളെ താനോസ് കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് മാൽത്തൂസ് പറഞ്ഞ തെറ്റാണ്. കാരണം നമ്മൾ കൃഷിരീതികൾ ഇപ്പോൾ മെച്ചപ്പെടുത്തി, കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കാൻ നമ്മൾ പ്രത്യേകതരം ടെക്നോളജികൾ കൃഷിമേഖലയിൽ ഏർപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം, താനോസിൻ്റെ കയ്യിൽ ഇൻഫിനിറ്റി സ്റ്റോൺസ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിലെ റിസോഴ്സുകൾ ഇരട്ടിയാക്കിക്കൂടെ? പകുതി പേരെ കൊല്ലുന്നതിന് പകരം എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുക. എന്തുകൊണ്ട് താനോസ് അത് ചെയ്യുന്നില്ല? കാരണം താനോസ് ഒരു സയൻറ്റിസ്റ്റ് അല്ല, ഒരു മതഭ്രാന്തനെ പോലെയാണ്. സ്വന്തം ഗ്രഹമായ ടൈറ്റൻ നശിച്ചു പോയതിൻ്റെ ട്രോമ പുള്ളിക്കുണ്ട്. അന്ന് താനോസ് പറഞ്ഞത് പകുതി പേരെ കൊന്നാൽ ഗ്രഹം രക്ഷപ്പെടുമെന്നാണ്. ആരും അത് കേട്ടില്ല. അവസാനം ടൈറ്റനിലെ എല്ലാവരും മരിച്ചു. ഇപ്പോൾ പ്രപഞ്ചത്തിലെ പകുതി പേരെ കൊന്ന് കണ്ടോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് തെളിയിക്കാനുള്ളൊരു വാശിയാണ് താനോസിന്. ഇതൊരു രക്ഷാപ്രവർത്തനമല്ല, സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യലാണ്. താനോസിൻ്റെ സ്വഭാവത്തിൽ ഈ ഒരു വൈകല്യം ഏറ്റവും കൂടുതൽ കാണുന്നത് മക്കളുമായിട്ടുള്ള ബന്ധത്തിലാണ്. ഗമോറയോടും നെബുലയോടും പെരുമാറുന്നത് കണ്ടിട്ടില്ലേ? ഒരു ടോക്സിക് ആയിട്ടുള്ള അച്ഛനാണ് താനോസ്. നെബുലയെ ഓരോ തവണ തോൽക്കുമ്പോഴും ശരീരഭാഗങ്ങൾ മാറ്റി യന്ത്രങ്ങളാക്കുന്നു. അവളെ ഒരു മകളായിട്ടല്ല, ഒരു പ്രോജക്റ്റായിട്ടാണ് കണ്ടത്. ഗമോറയാണെങ്കിൽ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അതെങ്ങനത്തെ സ്നേഹമാണ്? സോൾ സ്റ്റോൺ കിട്ടാൻ വേണ്ടി ഗമോറയെ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ താനോസ് കരയുന്നുണ്ട്. ആരും സ്നേഹിക്കുന്നതിന് ബലി കൊടുത്താലേ സ്റ്റോൺ കിട്ടൂ. താനോസിന് സ്റ്റോൺ കിട്ടി, അതായത് താനോസ് ഗമോറയെ സ്നേഹിച്ചിരുന്നു എന്നർത്ഥം. പക്ഷേ അതൊരു സ്വാർത്ഥമായ സ്നേഹമാണ്. ഒരു ശില്പിക്ക് തൻ്റെ ഏറ്റവും മികച്ച ശില്പത്തോടുള്ള സ്നേഹം പോലെ. അവിടെ വീണ കണ്ണുനീർ ഗമോറയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് എനിക്ക് ഇത്രയും വലിയ ത്യാഗം ചെയ്യേണ്ടി വന്നല്ലോ എന്നോർത്ത് താനോസ് സ്വയം സഹതപിക്കുന്നതാണ് എന്ന് ഞാൻ പറയും. ഈ വൈരുദ്ധ്യം തന്നെയാണ് താനോസിനെ ഇത്രയും മികച്ച കഥാപാത്രമാക്കുന്നത്. സിനിമയിൽ തന്നെ 2 താനോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇൻഫിനിറ്റി വാറിലെ താനോസ് ഒരു പ്രവാചകനെ പോലെയാണ്,
പുള്ളി ആർമറൊക്കെ ഊരി വെച്ച് വളരെ പതുക്കെ സംസാരിച്ച് അത്യാവശ്യത്തിന് മാത്രം തല്ലുപിടിക്കുന്നവരാണ്. എന്നാൽ എൻ്റെ ഗെയിമിൽ നമ്മൾ കാണുന്നത് 2014 താനോസിനെയാണ്. അയാൾക്ക് മെച്യൂരിറ്റി വന്നിട്ടില്ല. വാറിലോടാണ് അയാൾ, അഹങ്കാരിയും അക്രമിയുമായ താനോസ്. അവഞ്ചേഴ്സ് എതിർത്തപ്പോൾ എന്നാൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് നശിപ്പിച്ചിട്ട് പുതിയതുണ്ടാക്കാം എന്ന് അയാൾ പറയുന്നു. അവിടെയാണ് താനോസിൻ്റെ യഥാർത്ഥ മുഖം നമ്മൾ കാണുന്നത്. ബാലൻസ് ഒന്നുമല്ല, ഞാൻ വിചാരിക്കുന്നത് നടക്കണം എന്ന വാശി മാത്രം. ഇനി താനോസിൻ്റെ ആയുധങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം. കോമിക്സിൽ താനോസിന് മാജിക്കും ടെലിപ്പതിയും ഒക്കെ ഉണ്ട്. പക്ഷേ സിനിമയിൽ താനോസ് ഒരു ഗുസ്തിക്കാരനെ പോലെയാണ്. ഹൾക്കിനെ തല്ലുന്ന സീൻ നോക്കൂ. വെറുതെ ശക്തി ഉപയോഗിക്കുകയല്ല, മറിച്ച് നല്ല ബോക്സിംഗ് ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയ്ക്കെതിരെ വിങ് ചുൻ അല്ലെങ്കിൽ ക്രാവ് മഗ പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഒരു വാളില്ലേ, ഹെലികോപ്റ്ററിൻ്റെ ബ്ലേഡ് പോലെ കറങ്ങുന്ന ആ ഒരു സാധനം. ക്യാപ്റ്റൻ അമേരിക്കയുടെ വൈബ്രേനിയം ഷീൽഡ് വരെ അത് വെച്ച് വെട്ടി കീറിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വാൾ വൈബ്രേനിയത്തേക്കാൾ സ്ട്രോങ് ആയ എന്തോ ലോഹം കൊണ്ട് ഉണ്ടാക്കിയത് എന്നാണ്. ഒരുപക്ഷെ തോറിൻ്റെ ചുറ്റിക ഉണ്ടാക്കിയ ഉരു എന്ന മെറ്റൽ ആയിരിക്കാം, എനിക്കറിയില്ല. പിന്നെ കയ്യിലിരിക്കുന്ന ഇൻഫിനിറ്റി ഗൗൺലെറ്റ്. കോമിക്സിൽ അത് കയ്യിലിട്ടാൽ മാത്രം മതി, എല്ലാ പവറും കിട്ടും. പക്ഷേ സിനിമയിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. വിരലുകൾ മടക്കി മുഷ്ടി ചുരുട്ടിയാലേ അല്ലെങ്കിൽ വിരൽ ഞൊടിച്ചാലേ സ്റ്റോൺസ് വർക്കാവൂ എന്ന്. അതൊരു കിടിലൻ ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് ഹീറോസിന് താനോസിൻ്റെ കൈ വിടർത്തി പിടിച്ച പവറുകൾ തടയാൻ പറ്റും എന്നൊരു അവസരം കിട്ടി. അവഞ്ചേഴ്സ് സിനിമകളിൽ താനോസ് വെറും ഒരു വില്ലനല്ല, അയാളാണ് യഥാർത്ഥത്തിൽ നായകൻ. ഒരു വില്ലൻ പ്രോട്ടഗോണിസ്റ്റ് എന്ന് വിളിക്കാം. ഇൻഫിനിറ്റി വാർ എന്ന സിനിമ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അത് താനോസിൻ്റെ യാത്രയാണ്. താനോസ് ഓരോ തടസ്സങ്ങളെയും നീക്കുന്നു, ത്യാഗങ്ങൾ ചെയ്യുന്നു, അവസാനം ജയിക്കുന്നു. അവഞ്ചേഴ്സൊക്കെ താനോസിൻ്റെ കഥയിലെ വില്ലന്മാരെ പോലെയാണ്. ക്യാപ്റ്റൻ അമേരിക്ക പറയുന്നു നമ്മൾ ജീവൻ വെച്ച് കച്ചവടം നടത്തില്ല എന്ന്. പക്ഷേ താനോസ് പറയുന്നു ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എന്തും കൊടുക്കുമെന്ന്. സിനിമയുടെ എഡിറ്റിങ്ങിൽ പോയ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. താനോസിൻ്റെ കുട്ടിക്കാലം കാണിക്കുന്ന ഏകദേശം 30 മിനിറ്റ് സീനുകൾ അവർ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നുവെന്നും ടൈറ്റൻ ഗ്രഹത്തിൻ്റെ വിരൂപനായി ജനിച്ച എല്ലാവരും വെറുക്കപ്പെട്ട ഒരു കുട്ടിയായി താനോസിനെ കാണിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് സിനിമയിൽ വന്നില്ല. അത് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറച്ചുകൂടി താനോസിനോട് സഹതാപം തോന്നുമായിരുന്നു. അവസാനം താനോസ് ബാക്കിയാക്കുന്നത് കുറേ ചോദ്യങ്ങളാണ്. സാധാരണ വില്ലന്മാർക്ക് പണം മതി അല്ലെങ്കിൽ പ്രതികാരം മതി. താനോസിന് വേണ്ടത് തൻ്റേതായ ന്യായങ്ങളാണ്. ഗ്രേറ്റർ ഗുഡ് അല്ലെങ്കിൽ വലിയൊരു നന്മയ്ക്ക് വേണ്ടി ചെറിയ തിന്മകൾ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവർക്ക് താനോസ് ഒരു പാഠമാണ്. അത് സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നാണ്. 7 മില്ലി സെക്കൻഡ് കൊണ്ട് പ്രപഞ്ചത്തിലെ പകുതി ജീവൻ മായ്ച്ചു കളഞ്ഞ ഒരു മൊമെൻറ്റ്. തിയേറ്ററുകളിൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ഉണ്ടാക്കിയ നിമിഷം. താനോസ് മണ്ണായി പോയിട്ടുണ്ടാകാം, പക്ഷേ അയാൾ ചോദിച്ച ചോദ്യങ്ങൾ ഇവിടെ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Did you do it? Yes. What did it cost? Everything. എന്തായാലും മാർവൽ സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് കാത്തിരിക്കുക.